ഹലോ. ആ എടാ രാജീവ്, നീ ഇറങ്ങിയാ? ഓ, നീ നേരത്തെ ഇവിടെ എത്തിയാ? ആ, ബാക്കി മറ്റൊരു രണ്ടാളുണ്ടാ? ആ, ഞാൻ ഇത് ഇറങ്ങാൻ നോക്കുന്നേ. ആ, കുളിയെല്ലാം കഴിഞ്ഞടാ. ഇല്ലപ്പോ ചെറിയ ദൂരല്ലേ. ഞാൻ അങ്ങനെ ഡ്രസ്സ് അങ്ങനെ എന്നാ കൊണ്ട് മാറ്റുന്നൊന്നുമില്ല. ഇവിടെ ഒരൊറ്റ മിനിറ്റ് പുറത്ത് ഞാൻ വിളിക്കാം. ഞാൻ അങ്ങോട്ട് വരുന്നേ എടാ, ഞാൻ വിളിക്കാം നിന്നെ അങ്ങോട്ട് കേട്ടാ. ആ, ഈടുന്നപ്പൊ പുറകുന്ന എവിടുന്ന വിളിച്ചേ? ഹലോ, എന്തേനും ആരേനും? ചേട്ടാ, ഞാൻ കുറച്ച് പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വന്നായിരുന്നു. ഒന്നും നോക്കാൻ സമയം ഉണ്ടാവൂലേ? എന്റെ പൊന്നു പെങ്ങളെ, എനിക്ക് വേണ്ടാന്ന് മാത്രല്ല, എനിക്ക് സമയമില്ല. ഞാൻ ഇതിപ്പോ താഴെ കുറെ ആൾ കാത്തു നിന്നിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോവാൻ നോക്കല. ചേട്ടാ, ഒന്ന് നോക്ക് ചേട്ടാ. ഒരുപാട് വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനം മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഒരുപാട് ഒന്നുമില്ല. ജസ്റ്റ് 5 മിനിറ്റ് നോക്ക്. അതാ ഞാൻ പറഞ്ഞ, വീട്ടിലെ സാധനങ്ങളെല്ലാം മേടിക്കുകയും അമ്മയില്ല, ഓർക്കതിന് കാര്യങ്ങളിൽ അറിയാം. ഞാനിത് അത് മാത്രം ഒറ്റ ഇത് നോക്കേണ്ടിക്ക് സമയം വേണ്ടേ? അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യും. നിങ്ങൾ അപ്പുറത്ത് വീടും കാര്യങ്ങളിലും നിങ്ങൾ അങ്ങോട്ട് ഇടങ്ങി പോ. ഞാൻ ഒരു കാര്യം ചെയ്യോ, ഈ കുന്ന് കയറി മടുത്തു, ഒരു ഗ്ലാസ് വെള്ളം തരുമോ? എന്നാ കയറിയിരിക്കും, ഞാൻ ഇപ്പം എടുത്തുതരാം. അല്ല മങ്ങളെ, നിങ്ങൾ അകത്ത് കയറിയിരുന്നേ? അല്ല, അപ്പുറത്ത് ഇപ്പുറത്തെല്ലാം വീട്. നിങ്ങളിങ്ങനെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അമ്മയുണ്ടെങ്കിൽ കുഴപ്പമില്ല. വെള്ളം കുടി. ഇനി വേണോ വെള്ളം? ഞാൻ 2 മിനിറ്റ് കടന്നോട്ടെ. തല ഹലോ 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 കണിയല്ലോ. എന്താന്ന് വെച്ചിട്ടാണ് ഇതിപ്പോ ആരെയും വിളിക്കുന്നു. ഹലോ, ഹലോ നിങ്ങളെ, ഹലോ ഹലോ ഹലോ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാനെങ്ങനെ ഇവിടെ വന്നേ? നിങ്ങള് വെള്ളത്തിന് ചോദിച്ച അകത്തേക്ക് ഓർമ്മയില്ല? പറ, നിങ്ങൾ എന്താ എന്നെ വെള്ളത്തിൽ കലക്കിയേ? കലക്കിത്തരണ നിങ്ങളെന്താ പറയുന്നേ? എല്ലപ്പ നിങ്ങൾ കള്ളത്തിനും പറഞ്ഞു ഞാൻ ആളെ വിളിച്ചു കൂട്ടു. എന്റെ പൊന്നുമക്കളെ, ഞാനൊന്നും അങ്ങോട്ട് പറഞ്ഞോട്ടെ. നിങ്ങള് കുറെ സാധനം, ഞാൻ കേക്കടിച്ച് പുറത്തേക്ക് പോന്നിരുന്നു. നിങ്ങൾ കുറെ സാധനം കൊണ്ട് ഇങ്ങോട്ട് വന്ന്, നിങ്ങൾ സാധനം കൊണ്ട് വന്നിട്ട് വയ്യ, ഞാൻ സാധനം വേണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങളെല്ലാം ചിന്തിച്ചു നോക്ക്. അതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ വന്നത് ഓർമ്മയുണ്ട്, വെള്ളത്തിന് ചോദിച്ചു എനിക്ക് ഓർമ്മയുണ്ട്, നിങ്ങൾ വെള്ളം തന്നതും എനിക്ക് ഓർമ്മയുണ്ട്. അതിനകത്ത് എന്നാ കലക്കിയാനേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. എന്തോ നിങ്ങൾ കലക്കി തരാണ്ട് ഞാനിവിടെ കടക്കൂല. നിങ്ങൾ എന്തോ എന്നെ ചെയ്തിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ ഒരാൾക്ക് വെള്ളം കൊടുക്കുന്നത് മനസ്സിലാക്കി. ഞാൻ എന്ത് തെറ്റങ്ങളോട് ചെയ്തിട്ടില്ല. നിങ്ങളോട് ഇങ്ങനെ നല്ല പെരുമാറുന്നത് എന്ത് തെറ്റാ എന്നോട് ഞാൻ ചെയ്ത്? നിങ്ങൾക്ക് ഒരാഴ്ച നിങ്ങൾ ഈ അകത്ത് കയറിയിരിക്കുമ്പോ അന്നേരം ഞങ്ങളോട് പറഞ്ഞില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താ വേണ്ട? എന്താ ഞാൻ ചെയ്യാൻ? നിങ്ങൾക്കൊന്ന് നിങ്ങൾ ഇറങ്ങി പോകാൻ പറ്റുമോ? ഇല്ല. പൊന്നു പെങ്ങൾ, ഇങ്ങളൊന്ന് ഇറങ്ങിപ്പോ. ഞാൻ പോകാം. നിങ്ങൾ തീരുമാനം എന്താന്ന് പറ. എനിക്ക് 50,000 രൂപ വേണം. 5 ദിവസം കാലാവധി തരും. നിങ്ങളെ ഫോൺ നമ്പർ കൊണ്ടാ ഞാൻ വിളിക്കാം. നിങ്ങളെ ഫോൺ നമ്പർ കൊടുത്തിട്ട് എന്തിന് നിങ്ങളോട് ഞാൻ ചെയ്യുന്നത്? നിങ്ങളോട് എനിക്കൊന്നും അറിയാനില്ല. എന്നെ നിങ്ങൾ എന്തായാലും എന്തോ പൊടി കലക്കി തന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ എത്തിയത്. ഇല്ലാണ്ട് ഞാൻ ഇവിടെ എത്തൂല. ഞാൻ ഇന്ന് ആദ്യമായിട്ടല്ലേ ഇത് നിൽക്കുന്നത്. പിന്നെ ഞാൻ വന്നതിന് എനിക്ക് ഇവിടെ വന്നതിന് ഇതിനെല്ലാം തെളിവ് എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ പൈസ തരുന്നുണ്ടോ ഇല്ല 5 ദിവസത്തിനുള്ളിൽ തീരുമാനിച്ചോ. ഇല്ലെങ്കിൽ ഇതിനുള്ളത് ഞാൻ നോക്കിക്കോളൂ. എന്തെങ്കിലും ചെയ്യാ, നിങ്ങൾ ഇറങ്ങി പോയി വീട്ടിൽ നിന്ന്. ഞാൻ പോകുക. നിങ്ങളുടെ നമ്പർ എന്റെ അടുത്തുണ്ട്.
ഞാൻ വിളിക്കും. സ്വിച്ച് ഓഫ് ആക്കുകയോ വിളിച്ചിട്ട് എടുക്കാണ്ടിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് എല്ലാത്തിനും വ്യക്തമായ തെളിവുണ്ട്. എനിക്കിനി ഒന്നും നോക്കാനില്ല. അതന്നേരം കാണാം. ഞാൻ ഇറങ്ങുവാ. എന്ത് കഷ്ടകാലത്തിനാണ് ഞാൻ ക്ലാസ് വെള്ളം കൊടുക്കാൻ തോന്നിപ്പോയി. ഈ 50,000 റുപ്യ. ആ നിങ്ങൾ കാര്യങ്ങൾ നോക്കിക്കോ. 5 ദിവസത്തിനുള്ളിൽ പൈസ റെഡിയാവും. ആ ശരി.